നിങ്ങളുടെ ടാങ്കിലെല്ലാം കറക്റ്റായി ഡോസ് ചെയ്യുന്നുണ്ട്. നൈട്രോജനുണ്ട്, അയറനുണ്ട്, പൊട്ടാഷ്യം ഉണ്ട്. പക്ഷേ എന്നിട്ടും ഇലകൾ മഞ്ഞ നിറമാവുന്നു, ഹോൾസ് വരുന്നു, പ്ലാന്റ്സ് സ്റ്റണ്ടായി നിൽക്കുന്നു. കാരണം ഒരു പ്ലാന്റിന് ന്യൂട്രീഷൻസ് ഓരോന്നും വേറെ വേറെ ആയിട്ടല്ല കിട്ടേണ്ടത്. ഈ ന്യൂട്രീഷൻസ് എല്ലാം തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ചിലത് പരസ്പരം ഹെൽപ്പ് ചെയ്യും, ചിലത് പരസ്പരം ബ്ലോക്ക് ചെയ്യും. ഇന്ന് നമ്മൾ ആ ഇൻ്റർ റിലേഷൻഷിപ്പ് മനസ്സിലാക്കാൻ പോവുക. ഇത് കഴിഞ്ഞാൽ ടാങ്കിൽ ഒരു പ്രോബ്ലം കണ്ടാൽ ഏത് ന്യൂട്രിയൻറ്റിൻ്റെ കുഴപ്പമാ എന്ന് നിങ്ങൾക്ക് തന്നെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. ആദ്യം ബേസിക്സ്. പ്ലാന്റിന് വേണ്ട ന്യൂട്രിയൻസിനെ രണ്ടായി തിരിക്കാം. മാക്രോ ന്യൂട്രിയൻസ്, പ്ലാന്റ്സ് വലിയ ക്വാണ്ടിറ്റിയിൽ എടുക്കുന്നവ. ഇതിൽ ആദ്യം വരുന്നത് കാർബൺ, അതായത് നമ്മുടെ CO2, പിന്നെ നൈട്രോജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം. ഇതാ നമ്മൾ NPK എന്ന് വിളിക്കുന്നത്. ഒപ്പം സെക്കൻഡറി മാക്രോസായ കാൽഷ്യം, മാഗ്നീഷ്യം, സൾഫർ. മൈക്രോ ന്യൂട്രിയൻസ് അഥവാ ട്രേസ് എലിമെൻറ്റ്സ്, ചെറിയ ക്വാണ്ടിറ്റി മതി, പക്ഷേ ഇല്ലെങ്കിൽ പ്ലാന്റ് വളരില്ല. ഇതിൽ പ്രധാനി അയറൺ, പിന്നെ മാംഗനീസ്, സിങ്ക്, ബോറോൺ, കോപ്പർ, മൊലിബ്ഡനം. ഇവിടെ ഒരു കാര്യം ഓർക്കണം, മൈക്രോ എന്ന് പറഞ്ഞാൽ ലെസ് ഇമ്പോർട്ടൻ്റ് എന്നല്ല അർത്ഥം. ക്വാണ്ടിറ്റി കുറവാണ്, പക്ഷേ ഇമ്പോർട്ടൻസ് ഒട്ടും കുറവല്ല. ആദ്യം മനസ്സിലാക്കേണ്ട ഗോൾഡൻ റൂൾ, ലിബിക്സ് ലോ ഓഫ് ദ മിനിമം. ഒരു ബാരലിൻ്റെ ഓരോ വുഡൻ സ്റ്റേവും ഓരോ ന്യൂട്രിയൻ്റ് ആണ്. ബാരലിൽ എത്ര വെള്ളം നിറയ്ക്കാം എന്ന് തീരുമാനിക്കുന്നത് ഏറ്റവും ഉയരം കൂടിയ സ്റ്റേവ് അല്ല, ഏറ്റവും കുറവുള്ള സ്റ്റേവാണ്. അതായത് നിങ്ങൾ നൈട്രോജൻ, പൊട്ടാഷ്യം, അയറൺ എല്ലാം ഡംപ് ചെയ്താലും മാഗ്നീഷ്യം കുറവാണെങ്കിൽ പ്ലാന്റ് ഗ്രോത്ത് ആ മാഗ്നീഷ്യം ലെവലിൽ സ്റ്റോപ്പ് ആവും. ബാക്കി എത്ര എക്സസ് ഇട്ടാലും കാര്യമില്ല. അതുകൊണ്ട് അധികം ഡോസ് ചെയ്യുന്നതല്ല സൊല്യൂഷൻ, ബാലൻസ് ആണ്. വീക്കസ്റ്റ് ലിങ്ക് ഏതാണെന്ന് കണ്ടുപിടിക്കുകയാ പണി. ഇനി ഏറ്റവും ഇൻട്രസ്റ്റിംഗ് പാർട്ട്, ന്യൂട്രിയൻസ് തമ്മിലുള്ള ബന്ധം. ഇത് അഗ്രികൾച്ചറൽ മൾഡേഴ്സ് ചാർട്ട് എന്ന് വിളിക്കുന്നു. രണ്ട് തരം റിലേഷൻഷിപ്പ് ഉണ്ട്. ഒന്ന് സിനർജീസം, ഒരു ന്യൂട്രിയൻ്റ് മറ്റൊന്നിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് നൈട്രോജൻ ഉണ്ടെങ്കിൽ മാഗ്നീഷ്യം അപ്ടേക്ക് കൂടും. മാഗ്നീഷ്യം ഫോസ്ഫറസിനെ പ്ലാന്റിലേക്ക് ക്യാരി ചെയ്യാൻ സഹായിക്കും. ഇവർ ഫ്രണ്ട്സാണ്. രണ്ട് ആൻറ്റാഗണിസം, ഒരു ന്യൂട്രിയൻ്റ് എക്സസ് ആയാൽ അത് വേറൊന്നിനെ ബ്ലോക്ക് ചെയ്യും. ഇതാണ് ഏറ്റവും കൂടുതൽ പ്രോബ്ലം ഉണ്ടാക്കുന്നത്. അധികം ഫോസ്ഫേറ്റ് അയറനെയും മൈക്രോസിനെയും ബ്ലോക്ക് ചെയ്യും. അധികം പൊട്ടാഷ്യം, കാൽഷ്യമും മാഗ്നീഷ്യമും അപ്ടേക്ക് കുറയ്ക്കും. അധികം കാൽഷ്യം, മാഗ്നീഷ്യം, അയറൺ, ബോറോൺ എന്നിവയെ ബ്ലോക്ക് ചെയ്യും. അയറണും മാംഗനീസിയും പരസ്പരം ആൻറ്റാഗണിസ്റ്റാണ്. ഒന്ന് കൂടിയാൽ മറ്റേത് കുറയും. അതായത് ഒരു ന്യൂട്രിയൻ്റ് കൂടുതലിട്ടാൽ കുഴപ്പം തീരില്ല, പുതിയൊരു ഡെഫിഷ്യൻസി ഉണ്ടാക്കും. ഇതാണ് മോർ ഈസ് ബെറ്റർ എന്ന മൈൻഡ് സെറ്റിൻ്റെ ഡേഞ്ചർ. ഈ ചാർട്ട് മുഴുവൻ ഓർക്കണ്ട. പ്ലാന്റ് ടാങ്കിന് പ്രാക്ടിക്കലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ 4 റിലേഷൻഷിപ്പ് മാത്രം ഓർത്താൽ മതി. ഒന്ന്, CO2 ആണ് മാസ്റ്റർ. പ്ലാന്റിൻ്റെ ഡ്രൈ വെയ്റ്റിൻ്റെ ഏകദേശം 40 മുതൽ 50% വരെ കാർബണാണ്. അതുകൊണ്ട് ഹൈലൈറ്റ് ടാങ്കിൽ കാണുന്ന മിക്ക ഡെഫിഷ്യൻസി പ്രോബ്ലമും യഥാർത്ഥത്തിൽ ന്യൂട്രിയൻറ്റിൻ്റെ അല്ല, CO2 ലിമിറ്റേഷനാണ്. ന്യൂട്രിയൻ്റ് ഡോസ് ചെയ്യുന്നതിന് മുൻപ് CO2 സ്റ്റേബിൾ ആണോ എന്ന് ഉറപ്പിക്കണം. 2, കാൽഷ്യം മാഗ്നീഷ്യം റേഷ്യോ. ഇത് ഏകദേശം 3:1 മുതൽ 4:1 വരെ വേണം. മാഗ്നീഷ്യം കൂടുതലിട്ടാൽ കാൽഷ്യം ബ്ലോക്ക് ആവും. തിരിച്ചും നമ്മുടെ GH ഈ 2 എലമെൻസിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് ഈ റേഷ്യോ ശ്രദ്ധിക്കണം. 3, പൊട്ടാഷ്യം ഓവർഡോസിൻ്റെ ട്രാപ്പ്. K കുറവാണെന്ന് കരുതി അധികമിട്ടാൽ അത് കാൽഷ്യം മാഗ്നീഷ്യം അപ്ടേക്ക് ബ്ലോക്ക് ചെയ്ത് പുതിയ ഡെഫിഷ്യൻസി ഉണ്ടാക്കും. Kയിൽ മഡറേറ്റ് ആയിരിക്കുന്നതാ സേഫ്. 4, ഫോസ്ഫേറ്റ് അയൺ ബാലൻസ്. ഇത് രണ്ടും വേണം, പക്ഷേ ഫോസ്ഫേറ്റ് വൈൽഡിയായി കൂടിയാൽ അയൺ അവൈലബിലിറ്റി കുറയും. അതുകൊണ്ട് അയറൺ ഡോസ് ചെയ്യുന്നത് പ്രിഫറബിളി കിലേറ്റഡ് ഫോമിലായിരിക്കണം. അപ്പോൾ അത് ഈസിലി ലോക്ക് ആവില്ല. ഇനി പ്രാക്ടിക്കൽ ഡയഗ്നോസിസ്. ഒരു ഡെഫിഷ്യൻസി പഴയ ഇലയിലാണോ പുതിയ ഇലയിലാണോ കണയിലാണോ കാണുന്നത്, അത് നോക്കിയാൽ ഏത് ന്യൂട്രിയൻ്റ് ആണെന്ന് പറയാം. ന്യൂട്രിയൻ്റ് 2 വിധം: മൊബൈൽ ന്യൂട്രിയൻസ്, നൈട്രോജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം, മാഗ്നീഷ്യം. ഇവയ്ക്ക് പ്ലാന്റിനകത്ത് പഴയ ഇലയിൽ നിന്ന് പുതിയ ഇലയിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇവയുടെ ഡെഫിഷ്യൻസി പഴയ താഴത്തെ ഇലകളിൽ ആദ്യം കാണും. നൈട്രജൻ കുറവ്. പഴയ ഇലകൾ യൂണിഫോമായി മഞ്ഞ, ചിലപ്പോൾ സ്റ്റെമ്മിൽ പിങ്ക് അല്ലെങ്കിൽ റെഡ്.
പൊട്ടാഷ്യം കുറവ്. ഇലയിൽ പിൻ ഹോൾസ്, ചുറ്റും യെല്ലോ ഹേലോ. മാഗ്നീഷ്യം കുറവ്. പഴയ ഇലയിൽ ഇൻ്റർവെയ്നൽ ക്ലോറോസിസ്, വീൻസ് ഗ്രീൻ, ഇടയ്ക്ക് യെല്ലോ. ഇമ്മൊബൈൽ ന്യൂട്രിയൻസ്, കാൽഷ്യം, അയൺ, ബോറോൺ, മാംഗനീസ്. ഇവ മൂവ് ചെയ്യില്ല, അതുകൊണ്ട് ഡെഫിഷ്യൻസി പുതിയ മുകളിലെ ഗ്രോത്തിൽ ആദ്യം കാണും. അയൺ കുറവ്. പുതിയ ഇലകൾ പെയിൽ അല്ലെങ്കിൽ യെല്ലോ, വീൻസ് മാത്രം ഗ്രീൻ. കാൽഷ്യം കുറവ്. പുതിയ ഗ്രോത്ത് ട്വിസ്റ്റഡ്, ഡീഫോംഡ്, ടിപ്സ് സ്റ്റണ്ടായി പോകും. അപ്പോൾ ഒരു റൂൾ ഓർത്താൽ മതി. പ്രോബ്ലം പഴയ ഇലയിലാണെങ്കിൽ മാക്രോ, പുതിയ ഇലയിലാണെങ്കിൽ പലപ്പോഴും മൈക്രോ അഥവാ കാൽഷ്യം. എല്ലാം കേട്ടപ്പോൾ ഇത്രയും റേഷ്യോ എങ്ങനെ ബാലൻസ് ചെയ്യും എന്ന് ടെൻഷനായോ? സിമ്പിളായൊരു സൊല്യൂഷനുണ്ട്. EI ഡോസിങ്, എസ്റ്റിമേറ്റഡ് ഇൻഡെക്സ്. ഇവിടെ നമ്മൾ ന്യൂട്രിയൻസ് സ്ലൈറ്റ് എക്സസിൽ ഡോസ് ചെയ്യും. എന്നിട്ട് ആഴ്ചയിൽ ഒരു 50% വാട്ടർ ചേഞ്ച് ചെയ്ത് റീസെറ്റ് ചെയ്യും. ഇത് ഒരു ന്യൂട്രിയൻസും ബോട്ടണക്കാവാതെ നോക്കും. ഒപ്പം എക്സസ് ബിൽഡപ്പ് കൊണ്ട് ആൻറ്റഗോണിസം ഉണ്ടാവാതെയും നോക്കും. ലോടെക് ടാങ്ക് ആണെങ്കിൽ ലീൻ ഡോസിങ് മതി. പക്ഷേ ഏത് മെത്തേഡായാലും 2 കാര്യമാണ് ഇമ്പോർട്ടൻറ്റ്: കൺസിസ്റ്റൻസി, പിന്നെ CO2 ഫ്ലോ സ്റ്റെബിലിറ്റി. പെർഫെക്റ്റ് റേഷ്യോയേക്കാൾ വലുത് ഈ രണ്ടുമാണ്. അപ്പോൾ ചുരുക്കത്തിൽ ന്യൂട്രിയൻസ് ഒറ്റയ്ക്കല്ല, ഒരു ടീമായാണ് വർക്ക് ചെയ്യുന്നത്. ഒന്ന് എക്സസ് ആയാൽ മറ്റൊന്ന് ബ്ലോക്ക് ആവും. ബാലൻസ് ആണ് കീ, മോർ അല്ല. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ഒരു ലൈക്ക് ഇടൂ. പ്ലാന്റ് ടാങ്ക് വീഡിയോസ് കൂടുതൽ വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ ടാങ്കിൽ ഇപ്പോൾ ഏത് ഡെഫിഷ്യൻസിയാണ് കാണുന്നത് കമൻറ്റിൽ പറയൂ. നമുക്ക് ഒരുമിച്ച് ഡയഗ്നോസ് ചെയ്യാം. കാണാം അടുത്ത വീഡിയോയിൽ.